ഭാരതവും ജപ്പാനും അത്യാധുനിക ബുള്ളറ്റ് ട്രെയിൻ നിർമ്മാണ രംഗത്ത് സഹകരിക്കാനുള്ള സാധ്യത തെളിയുന്നു. ഇന്നലെയും ഇന്നുമായി നടക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജപ്പാൻ സന്ദർശനത്തിൽ ധാരണ ഒപ്പുവച്ചേക്കുമെന്നാണ് സൂചന. ഈ 10 ഷിൻകാൻസൻ ബുള്ളറ്റ് ട്രെയിനുകൾ വാങ്ങാനുള്ള ധാരണയാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവയ്ക്കുക എന്നാണ് വിവരം. ഭാരതത്തിന്റെ സാഹചര്യങ്ങൾക്കനുസൃതമായി പരിഷ്കരിച്ച ബുള്ളറ്റ് ട്രെയിനുകൾ ലഭ്യമാക്കുന്നതിനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. 500 കിലോമീറ്റർ ദൈർഘ്യമുള്ള മുംബൈ അഹമ്മദാബാദ് മുംബൈ ഹൈസ്പീഡ് റെയിൽവേ പ്രൊജക്ടിന്റെ കരാറിന്റെ കൂടി ഭാഗമായിട്ടായിരിക്കും പുതിയ ബുള്ളറ്റ് ട്രെയിനുകൾ ലഭ്യമാക്കുക. ബുള്ളറ്റ് ട്രെയിനുകളുടെ സാങ്കേതികവിദ്യ ഉൾപ്പെടെ കൈമാറാനാണ് കരാർ തയ്യാറാക്കുക എന്നാണ് സൂചന. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗെരു ഇഷിബയോടൊപ്പം ബുള്ളറ്റ് ട്രെയിനിൽ യാത്ര ചെയ്യുന്നുണ്ട്. ധാരണ യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ പുതിയ ഷിൻകാൻസൻ ട്രെയിനുകൾ ജപ്പാനിലും ഇന്ത്യയിലും ഒരേ സമയം പുറത്തിറക്കുകയാണ് ലക്ഷ്യം. ഇരു രാജ്യങ്ങൾക്കും പരസ്പരം പ്രയോജനകരമാവുന്ന രീതിയിൽ ധാരണയിലെത്തുക എന്ന നീക്കമാണ് പുരോഗമിക്കുന്നത്. മൊബിലിറ്റി രംഗത്ത് കാര്യമായ സഹകരണം ഇരു രാജ്യങ്ങളും തമ്മിൽ നടത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ജപ്പാനിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് ജനം.